അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മളൊക്കെ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ നല്ല ഒരു സാധനം തന്നെ നമ്മൾ വാങ്ങിക്കും. അതും നല്ല സാധനം മാത്രമല്ല, ആ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ ഗ്യാരണ്ടി കൂടി നമ്മൾ നോക്കും. നല്ല ഗ്യാരണ്ടിയുള്ള സാധനമാണ് നമ്മളൊക്കെ നോക്കിക്കണ്ട് വാങ്ങുക. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ട് ഏറ്റവും നല്ല ഗ്യാരണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരുപാട് കാലം നിലനിൽക്കുന്ന വീടുകൾ നമ്മൾ പണിയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ വാങ്ങിക്കുകയും വീടുണ്ടാക്കുകയും ചെയ്യുന്ന നമ്മൾക്ക് ഗ്യാരണ്ടി ഉണ്ടോയെന്ന്? നമ്മുടെ ഗ്യാരണ്ടി നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാറില്ല. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരുപാട് കാലം നമുക്കത് ഉപയോഗിക്കാൻ കഴിയണം. അതുവരെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? എന്നാൽ ഇന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തത് മനുഷ്യന്മാർക്ക് തന്നെയാണ്. ബാക്കി എല്ലാ സാധനത്തിനും ഗ്യാരണ്ടിയുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം, ഇന്ന് ഈ ഒരു ദിവസം തന്നെ ഒരുപാട് ചെറുപ്പക്കാരാണ് പെട്ടെന്ന് മരണപ്പെട്ടത്. അപ്രതീക്ഷിതമായ മരണം, അതും ചെറുപ്പക്കാർ. ഒരു സൂചന പോലും ഇല്ലാതെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ്. പലതരത്തിലുള്ള മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമ്മൾ തന്നെ വല്ലാതായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുമില്ല. നല്ല ഉഷാറോടെ, നല്ല പൗരുഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഒന്ന് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും, മറ്റൊന്ന് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും. എന്നും മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ കൽബിൽ മരണം വരെ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ, ആമീൻ. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം, കലാഭവൻ നവാസിൻ്റെ മരണം തന്നെ, ആ ഒരു മരണം തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ആർക്കും ഒന്നും തോന്നരുത്, മരണപ്പെട്ടവരാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. വിധി കൽപ്പിക്കേണ്ടവൻ പടച്ച റബ്ബാണ്. നവാസ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഏറെ ഉത്സാഹത്തോടെ അദ്ദേഹത്തിൻ്റെ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവുകയായിരുന്നു. ആരെങ്കിലും കരുതിയോ ആ റൂമിലെ സാധനങ്ങൾ എടുക്കാൻ പോയ നവാസ് ഇനി തിരിച്ചിങ്ങോട്ടേക്ക് വരില്ല എന്ന്? ഭാര്യ രഹനയോട് വിളിച്ചു പറഞ്ഞത്രേ, ജോലിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞാൻ വീട്ടിലെത്തുമെന്ന്. എത്തിയോ? അതുകൊണ്ടാണ് പറയുന്നത്, ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ഈമാൻ കെടാതെ നോക്കുക. അദ്ദേഹം റൂമിൽ കയറി, അദ്ദേഹത്തിന് പെട്ടെന്ന് നെഞ്ചുവേദന വരികയാണ്. അതോടകം തന്നെ അദ്ദേഹം കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണപ്പെട്ടവരാണ്, എല്ലാവരും ദുആ ചെയ്യണം. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്തോ ആയിക്കോട്ടെ, കുടുംബത്തെയും ഭാര്യയെയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ്. ആളുകൾ പറയുന്നത് കേൾക്കുന്നത്, എന്തു പറഞ്ഞാലും തൻ്റെ ഭാര്യയോടുള്ള സ്നേഹം മറ്റുള്ളവരോട് പറയുമത്രേ. ഭാര്യയെക്കുറിച്ച് ഒരുപാട് നല്ല നല്ല വാക്കുകൾ പറയുമത്രേ. ആ ഭാര്യയോട് ഞാൻ ഇന്ന് വീട്ടിലെത്തുമെന്ന് പറഞ്ഞ നവാസ് അവിടെ എത്തിയതുമില്ല. നവാസിന് ഒരുപാട് സവിശേഷത ഗുണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരം തന്നെ നമ്മളെയൊക്കെ ഒരുപാട് ചിന്തിക്കുന്ന രീതിയിലായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, ഈ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ കാണാൻ ഇടയായി. മരണത്തെ എന്നും ഓർത്തുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്ന് ഈ ഒരു വാക്കിലൂടെ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, നാളെ അവിടെ ഉണ്ടാവും അറിയാൻ പറ്റില്ല. ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തും എന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സഹായകരാണ് മനുഷ്യർ. അതിനൊക്കെയുള്ള അവസരം നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്തു എന്ന് പറയാം. ബാക്കി ഒന്നും നമ്മുടെ കൺട്രോളില്ല. കാരണം ഇപ്പം നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ട്, ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. ഞാനിപ്പോൾ നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. പക്ഷെ ഇന്ന് കാണാൻ പറ്റുന്നത് യാതൊരു ഗ്യാരണ്ടി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അത്രേ ഉള്ളൂ നമ്മൾ. ശരിക്കും അറം പറ്റുന്നത് പോലുള്ള വാക്കുകളാണ് നവാസിൻ്റെ നാവിൽ നിന്നും വന്നത്, അല്ലേ? എല്ലാം ഉറപ്പിച്ചു വെച്ചതുപോലുള്ള ഒരു സംസാരം. ചിലരങ്ങനെയാണ്. ചിലർ മരണപ്പെട്ടാൽ നമ്മൾ പറയാറില്ലേ, അവൻ ഇന്നലെ ഇങ്ങനെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ എന്നോട് ചോദിച്ചിരുന്നു.
അപ്പോൾ അവന് പടച്ച റബ്ബിലേക്ക് മടങ്ങാനായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് നമ്മളൊക്കെ പറയാറില്ലേ? അതങ്ങനെയാണ്. ചിലർ ചില സൂചനകളൊക്കെ കാട്ടും. അത് നമുക്ക് മനസ്സിലാവാത്തതാണ് നമ്മുടെ ആ ഒരു കഴിവുകേട്. ചില ആലിമ്യങ്ങൾക്കും പണ്ഡിതന്മാർക്കൊക്കെ മനസ്സിലാവത്രേ. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞതുകൊണ്ട് ഒരു നടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു എന്നൊന്നും ആരും പറയണ്ട. മരണപ്പെട്ടവരാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. വിധി നിശ്ചയിക്കുന്നവൻ പടച്ച റബ്ബാണ്. ചിലപ്പോൾ നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കാം. നമ്മൾ കുറ്റം പറയുന്നവർ ചിലപ്പോൾ ഒരു തെറ്റുകളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളാരും ഒരാളുടെ വിധി നിശ്ചയിക്കാൻ ആളല്ല. പടച്ച റബ്ബ് തന്നെയാണ് അത് നിശ്ചയിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. ആ കുടുംബത്തിന്, അവരുടെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യുക. ഒരുപാട് സ്നേഹത്തിൽ കഴിഞ്ഞ ദമ്പതികളാണത്രേ. പടച്ച റബ്ബ് അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ. മരണപ്പെട്ടുപോയ ഈ ഒരു സഹോദരൻ്റെ ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ആ മയ്യത്തിൻ്റെ പാപങ്ങളൊക്കെ പടച്ച റബ്ബ് ശുദ്ധീകരിക്കട്ടെ. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.